ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന ഓപ്പൺ പോഴ്സ് ഉണ്ടല്ലോ, അത് മാറ്റാനായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. ഓപ്പൺ പോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിൻ്റെ ഈ ഫേസിൻ്റെ ഈ ഭാഗത്തൊക്കെ ആയിട്ട് വലിയ വലിയ കുഴികൾ വരുന്നതാണ് ഓപ്പൺ പോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ ഓപ്പൺ പോഴ്സ് എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നമുക്ക് കൂടുതലായിട്ടും ഈ ഓപ്പൺ പോഴ്സ് വരുന്നത് ഓയിൽ പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്കുമാണ് നമ്മുടെ സ്കിന്നിൽ ഓപ്പൺ പോഴ്സ് ഉണ്ടാകുന്നത്. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ അമ്മയ്ക്കൊക്കെ ഓപ്പൺ പോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഓപ്പൺ പോഴ്സ് വരാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ സൺ ഡാമേജ് കൊണ്ടും ഓപ്പൺ പോഴ്സ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഫേസിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് വരാറുണ്ട്. പിന്നെ ഓപ്പൺ പോഴ്സ് വന്നു കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ കവളിൻ്റെ ഈ സൈഡിലൊക്കെ നല്ലതായിട്ട് വലിയ കുഴി പോലെ കാണും. അപ്പോൾ അത് നമുക്ക് നമുക്കുള്ള ഏജിനേക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് അങ്ങനെ തോന്നിക്കാനായിട്ട് കാരണമാവും. പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഓപ്പൺ പോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ കുഴിക്കകത്തോട്ട് ഈ മേക്കപ്പൊക്കെ ഇറങ്ങിയിട്ട് അതൊരു വല്ലാത്ത വൃത്തികേടായിട്ട് തോന്നും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഈ ഓപ്പൺ പോഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യമായിട്ട് ഇതുപോലൊരു ബൗൾ എടുക്കുക. അതിലോട്ട് നമുക്ക് തക്കാളിയുടെ നീരാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു തക്കാളി ഫുള്ളായിട്ട് എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ തക്കാളിയുടെ അകത്തുള്ള ആ ജ്യൂസ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മൾ തക്കാളി നീര് എടുക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ നീര് ഒരല്പം ഒരു 1/4 ടീസ്പൂൺ മാത്രം നമ്മൾ ഈ തക്കാളി നീരിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തക്കാളി നീരും നാരങ്ങ നീരും നമ്മുടെ സ്കിന്നിലെ ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മിക്സ് ചെയ്ത് ഇതുപോലെ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒരു തവണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും വീണ്ടും ഒന്നും കൂടെ ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 3-4 തവണ നമ്മളിത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ രാവിലെയും വൈകിട്ട് നമുക്ക് ടൈം കിട്ടുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇടുമ്പോൾ തന്നെ ഒരു 3-4 തവണ ഡ്രൈ ആവുന്നതോറും വീണ്ടും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് ആ ഓപ്പൺ പോഴ്സ് നന്നായിട്ട് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ മാറിയിട്ട് ഓപ്പൺ പോഴ്സ് നന്നായിട്ട് കുറയാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ഈ ഒരു തക്കാളി നീരും നാരങ്ങ നീരും നമ്മുടെ ഫേസിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ഓപ്പൺ പോഴ്സ് മാത്രമല്ല മാറുന്നത്, നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആകാൻ കൂടെ സഹായിക്കും. കാരണം തക്കാളിയും നാരങ്ങയൊക്കെ നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനും ടാൻ മാറാനൊക്കെ ഒരുപാട് നല്ലതാണെന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് 2 ഗുണമാണുള്ളത്. ഓപ്പൺ പോഴ്സും മാറും, നമ്മുടെ പിഗ്മെൻറ്റേഷനും ടാനും ഒക്കെ മാറി ഫേസ് നല്ല ബ്രൈറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ഫേസൊക്കെ ആക്കിയതിന് ശേഷം ഒരു 3-4 തവണ ചെയ്തതിന് ശേഷം ഡ്രൈ ആകുമ്പോഴത്തേക്കും കഴുകി കളഞ്ഞിട്ട് നമുക്ക് ഫേസൊക്കെ തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം ഇനി വേറൊരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. അതും കൂടെ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഫുൾ റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പും കൂടെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഇതുപോലൊരു കുക്കുംബറാണ് വേണ്ടത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ സലാഡ് വെള്ളരി എന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും വലിയ കുക്കുംബറൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മാത്രം മതി നമുക്ക്. അപ്പം ഇതുപോലൊരു ചെറിയ പീസ് എടുക്കുക. ഇതിനെ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കുക. അപ്പം ഞാൻ ഇത്രയും ജ്യൂസ് എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ള ജ്യൂസ് ഞാൻ കുടിച്ചു. ഇത്രയും ജ്യൂസ് മാത്രം എടുത്തിട്ടുണ്ട്. ഇത്രത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ. ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു അലോവേര ജെൽ, നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലാണ് വേണ്ടത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ അലോവേര ജെല്ല് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ കുക്കുംബർ ജ്യൂസും അലോവേര ജെല്ലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇത് മിക്സാക്കി കിട്ടാനായിട്ട് കുറച്ച് പാടാണ്. കുറച്ച് നേരം എടുത്തതിന് നമ്മൾ നന്നായിട്ട് മിക്സാക്കി ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കാം, അല്ലെങ്കിൽ ഒരു ജെല്ല് പരുവത്തിലാക്കി എടുക്കാം.
നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ നാച്ചുറലായിട്ടുള്ള അലോവേര വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഐസ് ക്യൂബിലിട്ടിട്ട് അതിനെ ഐസ് കട്ടയാക്കിയിട്ട് നമുക്ക് ഫേസിലോട്ട് അങ്ങനെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫേസ് ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 2-3 ദിവസമൊന്നും ചെയ്തെന്നും പറഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല. നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ.